ദക്ഷിണ കന്നഡയിലെ കപട താലൂക്കിലുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ട സാൻജോ സുനിൽ എന്ന യുവാവ് ആഴ്ചകൾക്ക് മുമ്പ് അയർലൻഡിൽ തൂങ്ങി മരിച്ചു എന്ന വാർത്ത വിശ്വസിക്കാൻ അവർ തയ്യാറല്ല. സാമാന്യ ഉയരമുള്ള ഒരാൾക്ക് ബാത്റൂമിലെ ടവലും മറ്റും ഉണങ്ങാൻ ഉപയോഗിക്കുന്ന കഴുത്തൊപ്പം മാത്രം ഉയരമുള്ള ഒരു സ്റ്റാൻഡിംഗ് റേഡിയേറ്ററിൽ തൂങ്ങി മരിക്കാനാകുമോ? ഈ ചോദ്യം ഇപ്പോൾ ഉയർത്തുന്നത് കപടയിലെ സാൻജോയുടെ നാട്ടുകാരും വീട്ടുകാരും പ്രിയപ്പെട്ടവരും ഒക്കെ ചേർന്നാണ്. ഒരാൾക്ക് കെട്ടിത്തൂങ്ങി മരിക്കാൻ എത്ര ഉയരം വേണ്ടിവരും? കാൽ നിലത്ത് മുട്ടിയാൽ മരണം സംഭവിക്കാതിരിക്കുമോ? തൂങ്ങിക്കിടന്ന് ആടുമ്പോഴാണോ ശ്വാസം നിലച്ച് മരണം സംഭവിക്കുക? കാൽ നിലത്ത് മുട്ടാതെ തൂങ്ങിയാൽ അല്ലേ മരണം സംഭവിക്കൂ എന്ന സാമാന്യ ബുദ്ധിയിൽ നിന്നുമാണ് ഈ ചോദ്യം എത്തുന്നത്. സാൻജോ വഴക്കിട്ട ശേഷം റേഡിയേറ്ററിൽ തൂങ്ങി കാൽമുട്ടിൽ ഊന്നി നിൽക്കുന്ന കാഴ്ചയാണ് താൻ കടയിൽ പോയി വന്നപ്പോൾ കാണാനായത് എന്നതാണ് മരണത്തിൽ ഇപ്പോൾ ആരോപണം നേരിടുന്ന ഭാര്യ ലീഷ്മ നൽകുന്ന വിശദീകരണം. എന്നാൽ ഇത് വിശ്വസനീയം അല്ലെന്നാണ് സാൻജോവിന്റെ കുടുംബം പറയുന്നത്. മാത്രമല്ല, ജീവരക്ഷാസേന എത്തും മുമ്പേ ഭാര്യ സാൻജോവിന്റെ കുരുക്കഴിച്ചു നിലത്ത് കിടത്തി CPR നൽകാൻ ശ്രമിച്ചു എന്നതും അവിശ്വസനീയമാണ് എന്നും കുടുംബവുമായി അടുപ്പമുള്ളവർ ആരോപിക്കുന്നു. ഒപ്പം സംഭവ സ്ഥലത്ത് ആദ്യം എത്തിയവരിൽ ഇപ്പോൾ ആരോപണം നേരിടുന്ന മധ്യവയസ്കൻ അവിടെ എത്തിയതും സംശയാസ്പദമാണ്. സാൻജോവും ലീഷ്മയും താമസിച്ചിരുന്ന ഫിഗൽ എന്ന സ്ഥലത്തെ മലയാളി സമൂഹവും യുവാവിന്റെ മരണത്തിൽ കടുത്ത ആശയക്കുഴപ്പത്തിലാണ്. എന്താണ് സംഭവിച്ചത് എന്നതിന് ഉത്തരം വേണമെന്ന് ഐറിഷ് മലയാളികളും ആഗ്രഹിക്കുന്നു. വെറും ഒരു വർഷം മുൻപ് മാത്രമാണ് സാൻജോവിന്റെ ഭാര്യ അയർലൻഡിൽ താമസിക്കാനെത്തുന്നത്. ഇത്ര വേഗത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരു ദുരന്തം ആ കുടുംബത്തെ തേടിയെത്തി എന്നതും ഇപ്പോൾ മലയാളി സമൂഹത്തിൽ ചർച്ചയാണ്. ആവർത്തിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾക്ക് മുമ്പിൽ വെറും സാക്ഷികളായി നിൽക്കാതെ സമൂഹം തുറന്ന ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ വീണ്ടും സമാന ദുരന്തങ്ങൾ കാണേണ്ടി വരുമെന്നും നിരവധി ഐറിഷ് മലയാളികൾ ആശങ്ക അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, സാൻജോവിന്റെ മരണത്തിന് പരോക്ഷ കാരണക്കാരനായ വ്യക്തി സംഭവം നടക്കുന്നതിന് അല്പം മുമ്പ് ആ വീട്ടിൽ എത്തിയിരുന്നു എന്നതിന് CCTV തെളിവുകൾ ഉണ്ടെന്നാണ് മറ്റൊരു ഗുരുതര ആരോപണം. എന്നാൽ ഇതൊരു ആരോപണം മാത്രമാണെന്നും വാസ്തവമായി യാതൊരു ബന്ധവും ഇല്ലെന്നുമാണ് ലീഷ്മയുടെ ഭാഗം പറയുന്നവർ വ്യക്തമാക്കുന്നത്. എന്നാൽ പുരുഷ സുഹൃത്തിന്റെ സാമീപ്യം ഉണ്ടായതാണ് വഴക്കിനും ഒടുവിൽ സാൻജോവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതിനും കാരണമെന്നും ഏവരും ഒരുപോലെ പറയുന്നു. ഇപ്പോൾ നാട്ടിലെത്തിയ സാൻജോവിന്റെ ഭാര്യയ്ക്ക് തുണയായി കൂടെയുള്ളതും ഈ വ്യക്തിയാണെന്ന് ആരോപണമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സാൻജോവിന്റെ മൃതദേഹം നാട്ടിലെത്തിയപ്പോൾ ഭാര്യയ്ക്ക് കാണാൻ അനുമതി നൽകുന്നതിൽ നാട്ടുകാർ തന്നെ എതിർപ്പ് ഉയർത്തി എന്നും തുടർന്ന് സാൻജോവിന്റെ വീട്ടിൽ അധിക സമയം നിൽക്കാതെ ലീഷ്മ സ്ഥലം വിടുകയായിരുന്നു എന്നുമാണ് പറയുന്നത്. മൃതദേഹം നാട്ടിൽ എത്തും മുൻപ് പരാതിയുമായി കുടുംബം രംഗത്ത് വരാതിരുന്നത് മൃതദേഹം നാട്ടിലെത്താൻ വൈകും എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ്. എന്നാൽ ഇതേ കാരണം കൊണ്ട് തന്നെ അയർലൻഡിൽ നൽകുന്ന പരാതിക്ക് സാങ്കേതികമായി വെല്ലുവിളികളും ഏറെയാണ്. പ്രധാനമായും തെളിവ് ശേഖരണത്തിൽ അയർലൻഡിലെ നിയമ സംവിധാനത്തിന് മൃതദേഹം നാട്ടിലെത്തിയ ശേഷമുള്ള അന്വേഷണത്തിൽ തടസ്സങ്ങൾ എത്താനും സാധ്യത ഏറെയാണ്. ഈ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തു പറയുന്നു എന്നതിനെ കേന്ദ്രീകരിച്ചാകും സാൻജോവിന്റെ മരണത്തിലുള്ള ഉത്തരം എന്നത് പുറത്തുവരിക. നാട്ടിലെത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സാധ്യത തേടിയിരുന്നുവെങ്കിലും ഒരിക്കൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായ സാഹചര്യത്തിൽ നിയമപരമായ ഒട്ടേറെ കടമ്പകൾ ഉണ്ടെന്നതിനാലാണ് ആ ആശയം ഉപേക്ഷിക്കപ്പെട്ടത്. അതേസമയം കാസർഗോഡ് നിന്നും ദക്ഷിണ കന്നഡയിലെത്തിയ മലയാളി കുടുംബങ്ങളിൽ നാട്ടുകാർ ഏറെ സ്നേഹിക്കുന്ന സാൻജോവിന്റെ മരണത്തിന് ഉത്തരം തേടി രംഗത്ത് വരുന്നത് കന്നഡക്കാർ അടക്കമുള്ള നാട്ടുകാരാണ്. നാട്ടിൽ ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധ ക്ഷണിച്ചു തങ്ങളുടെ പ്രിയ യുവാവിന്റെ മരണത്തിന് ഉത്തരം തേടുകയാണ് നാട്ടുകാർ. ഇതിനായി മാർച്ച് 15 ഞായറാഴ്ച മെഴുകുതിരികൾ കത്തിച്ച് കാൻഡിൽ വിജിൽ നൈറ്റ് നടത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. നാട്ടുകാരും പള്ളിയിലെ യുവജന സംഘടന ഭാരവാഹികളും അടക്കമുള്ളവർ. കടമ്പ ക്രിസ്ത്യൻ ലൈറ്റ്നിങ് ക്ലബിന്റെ നേതൃത്വത്തിലും കടമ്പ മലയാളി ഫ്രണ്ട്സിന്റെ സഹകരണത്തോടും കൂടി സാൻജോയുടെ മരണത്തെക്കുറിച്ച് നീതിയുക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു കഴിഞ്ഞു. മാർത്തോമ വിശ്വാസികളായ കുടുംബത്തിൽ പള്ളിക്കാര്യങ്ങളിൽ മുന്നിൽ നിന്നിരുന്ന സാൻജോ ആ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഹീറോ കൂടിയായിരുന്നു. 10 വർഷമായി സാൻജോവും ലീഷ്മയും തമ്മിലുള്ള പ്രണയം നാട്ടുകാരൊക്കെ സാക്ഷികളായതാണ്. മാത്രമല്ല, നാട്ടിൽ കഴിയുമ്പോഴും അധ്വാനിയായ സാൻജോ ആർക്കും സഹായത്തിന് ഓടിയെത്തുന്ന ചെറുപ്പക്കാരനായിരുന്നു. പള്ളിയിലെ യുവജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിലും അവർക്ക് നേതൃത്വം നൽകുന്നതിലും ഒക്കെ എന്നും ഒന്നാമനായിരുന്നു. ഏറെ നാൾ ഇസ്രായേലിൽ ജോലി ചെയ്ത ശേഷമാണ് ഭാര്യയ്ക്ക് അയർലൻഡിൽ പോകാനുള്ള സാമ്പത്തിക സഹായത്തിന് സാൻജോവിന് സാധിച്ചത്. തുടർന്ന് ഭാര്യയ്ക്കൊപ്പം താമസിക്കാനെത്തി 1 മാസം പിന്നിടും മുമ്പെയാണ് സാൻജോ മരണത്തിനൊപ്പം യാത്രയായി എന്ന ദാരുണ വാർത്ത കുടുംബത്തെയും നാട്ടുകാരെയും തേടിയെത്തിയത്. അതിനാൽ കേൾക്കുന്ന കാര്യങ്ങൾ ഒന്നും വിശ്വസിക്കാനാവുന്നില്ല എന്നാണ് ചങ്ക് തകർന്ന് സാൻജോവിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ വിലപിക്കുന്നത്. ഈ സങ്കടം കണ്ടു നിൽക്കാൻ കഴിയാതെയാണ് ഒരു നാടൊന്നാകെ ഇപ്പോൾ പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നതും. സാമൂഹിക പ്രവർത്തകരും ചെറുപ്പക്കാരും ചേർന്ന കൂട്ടായ്മയാണ് ഇപ്പോൾ പ്രധാനമായും സാൻജോവിന്റെ മരണത്തിന് ഉത്തരം തേടി രംഗത്തുള്ളത്. അതിനാൽ
വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ അവർക്കിടയിൽ അസ്വാരസ്യം ഉണ്ടാവുക, ഒരാൾ മറ്റൊരു പങ്കാളിയെ തേടി പോവുക എന്നതൊന്നും ആ നാട്ടുകാർക്ക് വിശ്വസിക്കാനാവുന്നില്ല. അതിനാലാണ് ഈ മരണത്തിൽ അവർ സംശയം ഉയർത്തുന്നതും. നാടൊന്നാകെ പ്രതിഷേധത്തിൽ പങ്കാളിയാകണം എന്ന ആവശ്യവുമായി സമൂഹ മാധ്യമ കൂട്ടായ്മകളിൽ ശക്തമായ പ്രചരണമാണ് നടക്കുന്നത്. സാൻജോവിന്റെ ബന്ധുക്കളായ സ്ത്രീ പുരുഷന്മാർ സോഷ്യൽ മീഡിയയിൽ തങ്ങൾക്കുള്ള ആശങ്കകൾ ഒക്കെ ചോദ്യമായി മാറുകയാണ്. സാൻജോ തൂങ്ങി മരിക്കാൻ കാരണമായി എന്ന് പറയുന്ന ബാത്റൂമിലെ ചിത്രങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താണ് തങ്ങളുടെ നഷ്ടത്തിന് അവർ ഉത്തരം തേടുന്നത്. അതിനിടെ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നാട്ടിലുള്ള സാൻജോവിന്റെ ഭാര്യ അയർലൻഡിലേക്ക് തിരികെ മടങ്ങാൻ തയ്യാറെടുക്കുകയാണ് എന്നും പറയപ്പെടുന്നു. അതിനിടെ സാൻജോവിന്റെ മരണത്തെ തുടർന്ന് ഗോ ഫണ്ട് വഴി ഐറിഷ് മലയാളികൾ നൽകിയ 30 ലക്ഷത്തോളം രൂപ നോമിനിയായ ഭാര്യ ആയതിനാൽ അവർക്ക് ലഭിക്കുന്ന സ്ഥിതിയിൽ ആണ്. സാൻജോവിന്റെ മരണത്തെ തുടർന്ന് ഭാര്യ ആരോപണ നിഴലിൽ ആയതും പബ്ലിക് ഫണ്ട് കളക്ഷനിൽ ഭാര്യ തന്നെ നോമിനി ആയതുമാണ് വിവാദങ്ങൾ ഇപ്പോൾ ആളിക്കത്തുന്നത്. മരണത്തിൽ ആരോപണം നേരിടുന്നവർ തന്നെ ആ മരണം വഴി സമാഹരിച്ച തുക കൈകാര്യം ചെയ്യുന്നതുമാണ് പുതിയ വിവാദം. പണം റിലീസ് ചെയ്യരുതെന്നും നിരവധി പേർ ഗോ ഫണ്ടിനും പരാതി നൽകി. അതിനാൽ മുഴുവൻ പണവും സംഭാവന നൽകിയവരിലേക്ക് തന്നെ മടങ്ങിപ്പോയേക്കുമെന്നും സൂചനകൾ പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉള്ളവർ നടത്തുന്ന നീതി തേടിയുള്ള പോരാട്ടത്തിൽ സാൻജോവിന്റെ ജീവിതത്തിൽ ഉണ്ടായ തിരിച്ചടികൾ അക്കമിട്ട് നിരത്തി ഭാര്യ ഉത്തരം പറയണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ വിചാരണയായി മാറുകയല്ല, മറിച്ച് തങ്ങളുടെ ആശങ്കകൾക്കും സാൻജോവിന്റെ ആത്മാവിനും നീതി കിട്ടാൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ തീരൂ എന്നും അത് നൽകാൻ ലീഷ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്നുമാണ് സാൻജോവിന്റെ ബന്ധുക്കളും സഹോദരിമാരുമായ രശ്മി തോമസും രമ്യ തോമസും പറയുന്നത്.